ഒരു നേരത്തെ ആഹാരത്തിന് പോലും കിട്ടാണ്ടിരുന്നിട്ട് നമ്മള് മുട്ട റൈസ് വാങ്ങിയിട്ട് 2 നേരം വെള്ളത്തിൽ വെച്ച് കഴിച്ച ദിവസങ്ങളുണ്ട് നമുക്ക്. ഒരു മൂട്ടുകടി കൊണ്ട് ചെറിയൊരു റൂമിന്റെ അടിയിൽ മൂട്ടുകടി കൊണ്ട് കിടന്നിട്ട് 2 മണിക്ക് നമ്മൾ പുറത്തിറങ്ങി നിന്ന ദിവസങ്ങളുണ്ട്. ഒരുപാട് സ്ട്രഗ്ലിംഗ് പീരീഡ് വേറെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ സർജറി ആയിരിക്കും നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ആൺകുട്ടി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ലിംഗം നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് കണ്ണാടിന് മുമ്പിൽ പോലും നല്ലൊരു രീതിയിൽ കാണണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ നിൽക്കുന്ന ഇത് നമ്മള് സർജറിയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. അന്ന് സർജറിയിലേക്ക് എത്തിയിട്ടില്ല, അന്നൊന്നും ഇതില്ല. അതൊക്കെ നമ്മൾ ഈ ഒരു ഫണ്ടൊക്കെ ഉണ്ടാക്കിയത് എന്തോരം പൈസ ഉണ്ടാക്കി മാറ്റണം. അതെ. അപ്പൊ അന്ന് റിയയുടെ വീട്ടില് ഒരുപാട് സഹോദരങ്ങളുള്ള ഒരു കുടുംബമല്ലേ, വലിയ കുടുംബമാണെന്നാണ് കേട്ടത്. അപ്പോ വീടിനകത്തുനിന്നുള്ള ഒരു മനോഭാവം എന്തായിരുന്നു? വീടിന്റെ മനോഭാവം, വീട്ടിലെ ഏട്ടന്മാരൊക്കെ പറയുന്നത്, എനിക്ക് അന്നും അവർക്കറിയാം ഞാനിങ്ങനെ കുണുങ്ങി നടക്കുന്നത്, പെൺകുട്ടികളുടെ ഡ്രസ് ഇട്ടിട്ടാണ് നടക്കുന്നത്. എന്നെ ഏട്ടന്മാരെന്നെ ആണെങ്കിലും കളിയാക്കാറൊക്കെ ഉണ്ട്. അവൻ പെൺകുട്ടികളുടെ കൂടെ ഫുൾ ടൈം, അവൻ പെൺകുട്ടികളെ കമ്പനികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കാറൊക്കെ ഉണ്ട് ഇങ്ങനെ. പക്ഷെ എങ്കിലും അവര് പറയുന്നത്, ഏട്ടന്റെ വൈഫൊക്കെ പറയുന്നത് അവര് വേർപ്പിന്റെ അസുഖമുള്ളത് വേണ്ട ഇങ്ങനെയായതെന്ന്. ഞാൻ ഏത് വേർപ്പിന്റെ, എനിക്ക് എപ്പോഴാണെങ്കിലും ഞങ്ങൾക്കൊരു ഹോട്ടലൊക്കെ, വലിയ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു അവിടെ. വെക്കേഷൻ സമയത്ത് ഒരു ഒഴിവ് സമയത്ത് ഞാൻ അവിടെ സപ്ലൈ വരെ ചെയ്യാൻ പോയിട്ടുണ്ട്.